പ്രണയമുണ്ടോ? പിന്നെ MBA ട്രെയിനിങ്ങിന് ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് കണക്കറിയില്ല. ഇനി നെക്സ്റ്റ് കുറച്ച് ഗമ്മയൊക്കെയിട്ട് ഒരു വോളിൽ എന്റെ ഫോട്ടോസ് എന്റെ ന്യൂസ് കട്ടൊക്കെയാ അവൻ തന്നെ ഒട്ടിച്ചത് ഞാൻ കേട്ടു. എന്തൊക്കെയോ പഠിച്ചിട്ടില്ലേ? കുമ്പ് പഠിച്ചിട്ടുണ്ട്, കളരി, തായ്ക്കൊണ്ടു, ചാവ്, മാർഷൽ ആർട്സ്. എന്തെങ്കിലും അടവുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞാൻ അവിടെ ഡയലോഗ് പഠിക്കാനുള്ള ടെൻഷൻ. ഞാൻ ശരിക്കും ഒന്നും ചെയ്യാതെ ഇവിടെ എത്തിപ്പെട്ട ഒരാളാണ്. അത് ഞാൻ ചെറിയ എത്തിപ്പെടലൊന്നുമല്ല. വീണ്ടും ഞാൻ ലാൽ സാറിന്റെ പടത്തിലാണ് അഭിനയിക്കുന്നത്. ഞാൻ ഹാപ്പി ഹസ്ബൻഡ്സ് ആണ് ചെയ്യുന്നത്. ഞാൻ ഇന്ത്യൻ റുപ്പിയാണ് ചെയ്യുന്നത്. ഞാനൊരു പെട്ട് നിദ്ര ഓർ 7 സുന്ദര രാത്രികൾ. നിദ്ര ഓർ റാണി പത്മിനി. റാണി പത്മിനി ഓർ 22 ഫീമെയിൽ കോട്ടയം. ഫീമെയിൽ കോട്ടയം. ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു അമ്മയുടെയും മോളുടെയും കഥ വൈറലാവുന്നതോടുകൂടി ആ കഥയെ ഈ ലോകം എങ്ങനെ, ഈ സോഷ്യൽ മീഡിയ ലോകം എങ്ങനെ നോക്കി കാണുന്നു എന്ന് തോന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് തിയേറ്റർ എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ഡെയിൻ ഡേവിഡ്, ശ്രീമ കലിങ്കിൽ, അശ്വതി ആൻഡ് ആൻ സലീം. നമസ്കാരം. അത് എന്റെ ഷോയുടെ ഒരു ട്രേഡ് മാർക്ക് അല്ലെ. നമസ്കാരം എന്ന് പറയുമ്പോൾ നിങ്ങളും ഒരു എനർജറ്റിക് ആവില്ലേ? അതെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ എല്ലാവർക്കും? എനിക്ക് ആകപ്പാടെ ഇതിൽ ഞാൻ നേരിട്ട് കണ്ടേക്കുന്നതും മിണ്ടി കുറച്ച് തഴമ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ചേട്ടൻ ഒഴിവാക്കുന്നു. സംസാരിക്കാതെ ഈ 3 സുന്ദരികളും അല്ലേ? പിന്നെ ഡെയിനും ഡേഞ്ചറിന്റെ ആഗ്രഹം തന്നെയല്ലായിരുന്നോ? എന്റെ അല്ല ആക്ച്വലി ആഗ്രഹം, ഇവരുടെ ആഗ്രഹമാണ്. നടുക്കണ്ടിരിക്കാതിരുന്നില്ല, അത് ഡിവൈഡിങ് കറക്റ്റ് ആവില്ല. മടിയിൽ അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ തിയേറ്റർ ആണ് നമ്മുടെ മൂവിയുടെ വിശേഷങ്ങൾ. അപ്പൊ ആദ്യം തന്നെ റീമ ചേച്ചിയോട് ചോദിക്കുകയാണ്, ഇതിന്റെ ട്രെയിലറും ടീസറൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എന്താ റിയലിസ്റ്റിക് ആണോ ഫിക്ഷൻ ആണോ ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ സംതിങ് ഈസ് ഹാപ്പനിങ്. അതാണ് സത്യത്തിൽ എന്താണ് മൂവി? പറഞ്ഞിട്ടുണ്ട്. അതായത് എത്രത്തോളം പറയാം, അതായത് ഈ പറയുന്ന ഒരു മിത്ത് ഓഫ് റിയാലിറ്റി, എന്താണ് റിയാലിറ്റി എന്നുള്ളത് ഒരു അമ്മയുടെയും മകളുടെയും ഒരു കഥ പറയുന്നത് ലൂടെ അതിനെ ഒരു സോഷ്യൽ മീഡിയ സ്പേസിൽ ഇവര് ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു അമ്മയുടെയും മോളുടെയും കഥ വൈറലാവുന്നതോടുകൂടി ആ കഥയെ ഈ ലോകം എങ്ങനെ, ഈ സോഷ്യൽ മീഡിയ ലോകം എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത്, ആ പെർസ്പെക്റ്റീവ്സ്, ആ ആറ്റിറ്റ്യൂഡ്, 2 സ്ത്രീകളാവുമ്പോൾ അതിനോട് എങ്ങനെ ആളുകൾ അതിനെ സമീപിക്കുന്നു, അതിന്റെ മോറൽ സൈഡ്, അതിന്റെ കൾച്ചറൽ സൈഡ്, അതിന്റെ സോഷ്യൽ സൈഡ് ഒക്കെ പല രീതിയിൽ ഇതിനെ ആളുകൾ കാണുന്നത് വെച്ച് സത്യം എന്താണ്, മിഥ്യ എന്താണ്, വാട്ട് ഇസ് റിയാലിറ്റി, വാട്ട് ഇസ് ട്രൂത്ത് ടുഡേ എന്നുള്ള ഒരു എക്സ്പ്ലോറേഷൻ, അല്ലെങ്കിൽ ഒരു ബേർഡ്സ് ഐ വ്യൂന്ന് നമ്മൾ ഓക്കെ ഒരു സാധനം ഇങ്ങനെ വൈറലായി പോകുന്നത് ഇങ്ങനെ കാണുകയാണ്. ഒരു ജഡ്ജ്മെന്റും ഇല്ല. അതിന് നല്ല വശങ്ങളും പൊട്ട വശങ്ങളും എല്ലാം നമുക്കൊന്ന് മാറി നിന്ന് നോക്കുമ്പോൾ ഓക്കെ നമുക്കൊന്ന് പോസ് ചെയ്ത് എന്താണ് സംഭവിക്കുന്നത് ഒന്ന് വേണമെങ്കിൽ ഒന്ന് വിലയിരുത്താം എന്ന് തോന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. എന്റെ ദൈവമേ, എന്നാ ഞങ്ങൾ പോട്ടെ. എനിക്ക് ചേച്ചി പറഞ്ഞതിൽ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഞാൻ ഉറച്ച പിന്തുണ കൊടുക്കുള്ളൂ. ഫുൾ സപ്പോർട്ട്. ഒരു സെന്റൻസ് പോലും ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിന് അവളുടെ അടുത്ത് ചോദിച്ചു പാസ് എന്ന് പറയുമ്പോ ചേച്ചി നല്ലോണം സംസാരിക്കുന്നോണ്ട് എല്ലാരും ഫുൾ പിന്തുണ. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്ന്. അശ്വതി പറ.
എനിക്ക് കണ്ടപ്പോ തോന്നി നല്ല കോൺഫിഡന്റ് വെരി വെരി എന്താ അങ്ങനെ ടോക്ക് കോൺഫിഡൻസ് അറിയാത്തോണ്ടാണ്. കാര്യങ്ങൾ പറയാൻ റെഡി ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് എന്നെ കണ്ടാൽ ആ ഒരു ജേർണലിസ്റ്റ് ആ ബുദ്ധിജീവിയായി കിട്ടിയതുകൊണ്ടായിരിക്കും. ഇന്നത്തെ ജനറേഷന് എന്താ പറയാ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ കൺസ്യൂം ചെയ്യുന്ന കുറേ അധികം ന്യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടക്കുന്ന സാധനങ്ങൾ നമ്മൾ താമസിക്കുന്ന ഒരു അർബൻ ഒരു സ്പേസിലാണെങ്കിൽ വേറെ ഒരു ഭയങ്കര ഒരു വില്ലേജ് ഒരു തുരുത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമ. അപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയണമെങ്കിൽ സോഷ്യൽ മീഡിയ ഇസ് ദ ഓൺലി പ്ലാറ്റ്ഫോം. ആൻഡ് അവിടെ നമ്മൾ നോക്കി കാണുമ്പോഴത്തേക്കും കുറേ അധികം ആൾക്കാർ ഒരേ കാര്യത്തെക്കുറിച്ച് പല രീതിയിലുള്ള ഒപ്പീനിയൻസ് പറയുന്നു. ആ പല രീതിയിലുള്ള ഒപ്പീനിയൻസ് കാണുമ്പോൾ നമ്മൾ തന്നെ ബയസ്ഡ് ആവുന്നു. ഓക്കെ, എന്താണ് ട്രൂത്ത്, എന്താണ് ട്രൂത്ത് അല്ലാത്തത്, ഇതിൽ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കാതിരിക്കണം എന്ന് പറയുന്ന ഒരു സ്പോട്ടിലേക്ക് നമ്മൾ എത്തും. സോ ഇതെല്ലാം നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും നമ്മൾ പെട്ടെന്ന് നമ്മൾ നോക്കിക്കാണുന്ന ഒരു ന്യൂസ് അല്ലാത്ത പോലത്തെ ഒരു കഥയെ എങ്ങനെ ദ ഹോൾ സൊസൈറ്റി ഹൗ ദേ ടേക്ക് ഇറ്റ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ടോക്കിംഗ് അബൌട്ട് മൈ ക്യാരക്ടർ, ഐ എം എ ബ്യൂട്ടി വ്ളോഗർ ഇൻ ദിസ്. അപ്പോൾ ആ ഒരു ബ്യൂട്ടി കോണ്ടന്റ് മാത്രം കൊടുക്കുന്ന ഒരു ക്യാരക്ടർ എങ്ങനെ സൊസൈറ്റിയിൽ റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനത്തെക്കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു ഇൻ എ ഗുഡ് വേ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ ആൾക്കാർ എടുക്കുന്നു, ഇസ് ഇറ്റ് ഇൻ എ ഗുഡ് വേ ഓർ എ ബാഡ് വേ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കണം. സോ ഇറ്റ് ഇസ് ഫോർ ദി ഓഡിയൻസ്. സോ താങ്ക് യു. ഡേഞ്ചറിനെ നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും എന്താ പറയാ, നമ്മുടെ വീട്ടിലത്തെ ഒരാള്, നമ്മുടെ വീട്ടിലത്തെ പയ്യൻ, ഒരാളും വീട്ടിൽ കേട്ടിട്ടില്ല. അതറിയില്ല. വീട്ടിലത്തെ ആളൊക്കെ ഗേറ്റിന്റെ അപ്പുറം ഇല്ല ഡേഞ്ചർ ഞങ്ങളൊക്കെ കേട്ട് അമ്മച്ചിമാർക്കായാലും കുഞ്ഞു പിള്ളേർക്കായാലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഡേഞ്ചേട്ടൻ. കാരണം അപ്പൊ പക്ഷെ ഈ ടീച്ചർ കണ്ടപ്പോ എനിക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഡേഞ്ചേട്ടന്റെ ഒരു വേർഷൻ അതിലൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പൊ അതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തമായിട്ട് ഒരു റഫ് ആൻഡ് ടഫ് ക്യാരക്ടർ ആണോ ഡേഞ്ചേട്ടന്റെ? ടഫ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു കുറച്ച് ഒരു എന്താ പറയാ കൺഫ്യൂസിങ് ക്യാരക്ടറാ കാണുന്ന ഓഡിയൻസിന്. കാരണം പുള്ളിയുടെ ഒരു പോക്ക് നമ്മള് ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന ഒരു വ്ളോഗറാണ്. പക്ഷെ പുള്ളിയുടെ ഒരു ഗ്രാഫ് ഉണ്ട്, പുള്ളിയുടെ ഒരു ആർക്ക് ഉണ്ട്. അപ്പൊ അത് ആക്ച്വലി ഭയങ്കര രസത്തിലാണ് സജിൻ ചേട്ടൻ ഇതില് നരേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ക്യാരക്ടർ പോകുന്ന ഒരു പോക്ക്. അപ്പോ പടത്തില് കുറെ പോർഷൻസ് ഈ ക്യാരക്ടറിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ ഒരു ക്യാരക്ടർ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരുപാട് ആൾക്കാരിനെ മിറർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. കുറെ പേര്, കാരണം ഇപ്പോ അത്രയധികം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ഉണ്ട് നമ്മുടെ ചുറ്റും. ഇപ്പോ നമ്മള് ഒരാള് ഇപ്പോ ഇന്നത്തെ ഒരു ജനറേഷനിൽ ഇൻസ്റ്റാഗ്രാമിൽ അവരുടേതായ ഒരു കോണ്ടന്റ് ഇടാത്ത ഒരാൾ പോലും ചിലപ്പോ മേ ബി നമ്മുടെ ചുറ്റുണ്ടാവില്ല. അപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ. അപ്പൊ അതില് ഈ പറയുന്ന ക്യാരക്ടറിന് ഭയങ്കര റെലവെന്റ് ആണ്. കാരണം പുള്ളി കൊണ്ടുപോകുന്നത് നമ്മൾ പലപ്പോഴും ഇപ്പൊ പേര് പോലെ തന്നെ കാണുന്ന പല റിയാലിറ്റി നമ്മളിപ്പോഴും ഒറ്റ ഒരു പോയിന്റ് ഓഫ് വ്യൂലാവും കാണുന്നത്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ ത്രൂ നമുക്ക് ആ ഒരു റിയാലിറ്റിയുടെ പല പോയിന്റ് ഓഫ് വ്യൂ അറിയാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ എൻ്റെ ഒരു ഇതിലാണ് പറഞ്ഞത്. ഇതില് ശക്തമായ കുറെ കഥാപാത്രങ്ങളുണ്ട്. അവരുടെ ലൈഫാണ്, അവരുടെ ലൈഫിലോട്ട് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റ് കുറെ കഥാപാത്രങ്ങൾ വരുമ്പോ ഇവര് പോലും അറിയാതെ ഇവരുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ്, ഇതൊക്കെയാണ് നമ്മുടെ ഒരു സിനിമ. ഓക്കെ. ആൻഡ് സലീം, ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലത്തെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസം ഉണ്ടായിരുന്നു അതിനെ കൊണ്ടുപോയിക്കുന്ന വിധം, ഒരു ഫ്ലോ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന്. അപ്പൊ തൊട്ട് ഞാൻ ഫാനായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഈ മൂവിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ക്യാരക്ടർ? ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതില് പ്രായം വെച്ചും എന്താ പറയാ അവിടുത്തെ ഒരു മൂഡ് തന്നെ ഭയങ്കര കുറച്ച് ഫൺ ആൻഡ് അങ്ങനെ പോകുന്നതാണ്. ദിസ് ഈസ് വെരി സീരിയസ്, പക്ഷെ റെലവെന്റ് ആണ് ദിസ് സ്റ്റോറി ഓൾസോ. ഇതിന്റെ ക്യാരക്ടർ ആണെങ്കിലും അതേപോലെ തന്നെ ഒരു എൻ്റെ അത്ര ഹൈറ്റുള്ള ഒരു കുട്ടിയൊക്കെ ഉണ്ട് എനിക്ക്. ആൻഡ് ഒരു പാവം നേഴ്സാണ്. റീമനെ ലൈക്ക് ഞാനാണ് ടേക്ക് കെയർ ചെയ്യുന്ന നേഴ്സ്. അപ്പം നമ്മൾ അവിടെ ഷൂട്ടിലെത്തുമ്പോൾ തന്നെ ഐ തിങ്ക് അത് കുറച്ച് സീരിയസ് ആവുന്നു. ലൈക്ക് അവിടെയുള്ള ആ ഒരു സിറ്റുവേഷൻ ലൈക്ക് കാണുമ്പോഴന്നെ അമ്മേനെ കാണുമ്പോഴും സരസമ്മനെ കാണുമ്പോഴാണെങ്കിലും സോ ഇറ്റ്സ് വെരി ഡിഫറെന്റ്.
സത്യം പറയണത്. ഇപ്പം റീമ ചേച്ചിയും മിടുക്കി ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ ടെലിവിഷൻ. നമ്മുടെ ഡെയിൻ ചേട്ടനും അതുപോലെ തന്നെ റിയാലിറ്റി ഷോ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റിയാലിറ്റി ഷോ ഹോസ്റ്റ് ചെയ്തതിൽ അല്ലെ ഉണ്ടായിരുന്നു. അപ്പം ഡെയിൻ ചേട്ടന്റെ മറ്റേ ഹോസ്റ്റിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ കൊറേ ആയി വാരിക്കൊണ്ടിരിക്കും. എങ്ങനെയുണ്ടോ? അത് ഞാൻ വന്നിട്ടുണ്ട് കണ്ടസ്റ്റന്റ് ആയിട്ട് ആ ഷോയില്. ആ ഷോയില്. അല്ല പറഞ്ഞു കൊടുക്കണ്ടേ ഞാൻ അതായത് ഞാൻ ആങ്കർ നിന്ന ഷോയില് പല ആൾക്കാരും പല രീതിയില് പോപ്പുലറായി കാണുമ്പോ നമ്മള് ഞാനാവാ. അല്ലെ ഞാൻ ആ ഷോയിൽ വന്നപ്പോ വെച്ചിട്ട് എനിക്ക് കേട്ടോ. അത് കഴിഞ്ഞ പിന്നെ അത്ര പേരെ കൈ പിടിച്ച് ഉയർത്തി ആ ഭാഗ്യം. അതെ, ഉടമ്പടത്തിലെ ഒരു എപ്പിസോഡിൽ വന്നു, ഞാൻ ഡേഞ്ചറിനെ പ്രപ്പോസ് ചെയ്തു. ഡേഞ്ചർ കൊറേ നാളായിട്ട് കൊറേ പെണ്ണുങ്ങൾ അങ്ങോട്ടേക്ക് പ്രപ്പോസ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് സങ്കടമുണ്ട്. ഞാൻ വിളിച്ചു അപ്പൊ എനിക്ക് സങ്കടം വന്നിട്ട് പാവം ചേട്ടനല്ലേ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അങ്ങനെ എന്റെ അച്ഛന്റെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഷോയ്ക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെ പക്ഷെ എന്ത് ചെയ്യാനാ, പിന്നെ കന്നഡ അച്ഛൻ അനുഗ്രഹിച്ച പാട് ഇപ്പോഴും പറയില്ല. അല്ല ഒരു നിമിഷം എന്റെ അച്ഛൻ വിചാരിച്ചു ഞാൻ ശരിക്കും അവിടെ മൊത്തം ലൈവ് ആയിരിക്കുന്നു. അച്ഛൻ ടെൻഷനായി പോയി. അച്ഛൻ റിയൽ ഉപദേശം തന്നു ഞങ്ങൾക്ക്. ആക്ച്വലി ഇത് പക്ഷെ ഡേഞ്ചറിന്റെ അഭിമാനം കണ്ടോ, ഞാനൊക്കെ ഈ നിലയിൽ കല്യാണം കഴിഞ്ഞില്ല ഇപ്പൊ. കല്യാണം കഴിഞ്ഞു. കൂടുതൽ ഡയലോഗ് അടിച്ചിട്ട് വരരുത്. അതുകൊണ്ട് ഒട്ടും എനർജി അവിടെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ റീമ ചേച്ചി പറയുന്നത് വിവാഹമല്ല, ഞാൻ പ്രണയത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്നാണ്. ഞാൻ ഇന്ന് പ്രണയത്തിൽ വളരെ നന്നായി വിശ്വസിക്കുന്നുണ്ട്. പറയൂ. അപ്പൊ ഇവരാരും കെട്ടിയിട്ടില്ലല്ലോ, നിങ്ങൾ ആരും കെട്ടിയില്ല? ഇല്ല. ആഗ്രഹമുണ്ട്. പ്രണയിക്കാനാണോ കെട്ടാനാണോ? ആഗ്രഹമുണ്ടോ? ഞാൻ എങ്ങനെയെങ്കിലും പ്രണയമുണ്ടോ ആർക്ക്? പിന്നെ അങ്ങനെയെന്ന് വെച്ചാ അങ്ങനെ റീമ ചേച്ചി എപ്പോഴും വിശ്വസിക്കുന്ന പ്രണയത്തിലാണ്. പക്ഷെ വിവാഹം എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഇസ് എ ലീഗൽ ഫോർമാലിറ്റി, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി കാണിക്കുന്ന ഒരു ഫോം ഓഫ് ആർട്ടാണ് മാരേജ് എന്ന്. ഒരു സിസ്റ്റം ഫോം ഓഫ് സിസ്റ്റം എന്നാണ്. അങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്രണയം, അല്ലെങ്കിൽ ഇപ്പം റീമ ചേച്ചിയുടെ ഇടയിൽ കണ്ടേക്കുന്ന വേറെ ഒരു അനദർ പേഴ്സൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ പേരായിരിക്കും പറയുന്നത്? എന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോ ആരുടെ വേണമെങ്കിലും പറയാട്ടോ. എനിക്ക് ഗീതു സോ ഇൻ ലവ് രാജീവേട്ടനും ഗീതു. എനിക്ക് ഗീതു അത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. രാജീവേട്ടൻ അത് ഒട്ടും എക്സ്പ്രസ് ചെയ്യാത്ത ഭയങ്കര അങ്ങനെ ഷൈ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഗീതു ഇസ് ലൈക്ക് I really feel she is so in love with രാജീവേട്ടൻ ഇപ്പോഴും. ഈ ചേച്ചി ഇമോഷൻസ് ഒക്കെ ഭയങ്കര, ഇപ്പൊ ദേഷ്യം വന്നാൽ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കും, കരച്ചിൽ വന്നാൽ പൊട്ടിക്കരയും, സ്നേഹം വന്നാൽ ഞാൻ തുറന്ന് കാണിക്കും. ഭയങ്കര എക്സ്പ്രസീവ് ആണല്ലോ എല്ലാത്തിലും. അങ്ങനെ ആൻഡും തോന്നിയിട്ടുണ്ട് സെറ്റിലൊക്കെ എങ്ങനെയാണ്? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സ്നേഹം എക്സ്പ്രസ് എല്ലാ ഇമോഷൻസ് കാണിക്കാറുള്ള വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ജോയ്. കാരണം ആള് ലൊക്കേഷനിൽ വന്ന യു വിൽ ആക്ച്വലി ഫീൽ ഇറ്റ്. ഷീസ് ഹിയർ എന്നുള്ളത് അത് നമുക്ക് കുറച്ച് എനർജി കിട്ടും ആളുടെ അടുത്തുനിന്ന്. ഞങ്ങൾക്ക് ആക്ച്വലി വർക്കലയിലായിരുന്നു ഈ തുരുത്തും ഇതൊക്കെ. ഞങ്ങൾക്ക് ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നത്, ഞങ്ങൾ ഈ വർക്കല വന്നിട്ട് ഈ തുരുത്തി മാത്രമേ ഞങ്ങള് കിടക്കുന്നത്. തൊട്ടപ്പുറത്ത് വർക്കല ക്ലിഫ് ഇതൊക്കെ ഉണ്ട്, അവിടെ പോവാൻ ഉള്ള ഇത് കിട്ടിണ്ടായിരുന്നില്ല. ഇതിന്റെ അകത്ത് തന്നെയായിരുന്നു അതും. അതിന്റെ ഒരു വിഷമം ഇപ്പൊ ഞാൻ റീമ ചേച്ചിനെ ഫസ്റ്റ് ടൈം ആണല്ലോ നേരിട്ട് മീറ്റ് ചെയ്യുന്ന സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് റോങ് ആണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരു പ്രീ ജഡ്ജ്മെന്റ് ഉണ്ടാവും. ഞാൻ കരുതിയിരുന്ന ഒരാളെ കണ്ടില്ലേലും ആളുടെ സോഷ്യൽ, ഇപ്പം നമുക്കൊക്കെ ചേച്ചിനെ പറ്റി അറിയുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് കട്സിൽ ഭയങ്കര ബോൾഡ്, സംസാരിക്കുവോ ചിരിക്കുവോ, നമുക്ക് നമ്മുടെ ഒരു മനസ്സിലൊരു ഇമേജ് ഉണ്ടല്ലോ, ഭയങ്കര കോൺഫിഡന്റ് ബോൾഡ് ലേഡിയാണ്. പക്ഷെ ഇവിടെ നമുക്ക് സംസാരിച്ചപ്പോ ഓക്കേ, അതാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന സംഭവം. കോൺഫിഡൻസും ബോൾഡ്നെസ്സും എല്ലാം ഡസ് നോട്ട് മീൻ ദാറ്റ് എ പേഴ്സൺ ഇസ് നോട്ട് ഫൺ ആൻഡ് ജോവിയൽ. ഇതെല്ലാം ഇതെല്ലാം
ചേർന്നതാണല്ലോ ഒരു ഹ്യൂമൻ ബീങ്. ഒരു അല്ല എനിബഡി ഫോർ ദാറ്റ് മാറ്റർ. ഇപ്പൊ വളരെ നമ്മൾ ഫണ്ണാണെന്ന് വിചാരിക്കുന്ന ഒരാൾക്കും കൃത്യമായ നിലപാടുകളും അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയായിരിക്കും ചിലപ്പോൾ ലൈഫിൽ ജീവിക്കുന്നുണ്ടാവുക. അപ്പോ ഞാൻ പറയണത് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. പക്ഷെ അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഫെസറ്റ് മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നേരിട്ട് കാണുമ്പോ ഉണ്ടാവുന്ന ഒരു എനർജിയും അത് ഡിറ്റർമൈൻ ചെയ്യുന്ന പോലെ ഒരിക്കലും നമുക്കൊരു സോഷ്യൽ മീഡിയ സ്പേസിൽ എന്താണ് സത്യം എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവില്ല. അതാണ് ഞങ്ങൾ ഈ സിനിമയിലൂടെ പറയുന്നത്. ഞങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനൊക്കെ ഞങ്ങളുടെ സിനിമയായിട്ട് കണക്ഷൻ ലാസ്റ്റ് വരുമ്പോഴല്ലേ എല്ലാ പടമായിട്ട് കണക്ട്. ഇപ്പം ആൻ എടുത്ത് ഇപ്പം നമ്മുടെ റീമ ചേച്ചി ആണെങ്കിൽ ഒരു റിയാലിറ്റി ഷോ ആണ് ഇതിനൊക്കെ ഒരു വഴി ഒരുക്കിയത് അല്ലെ. ഡാൻസ് റിയാലിറ്റി ഷോയുടെ വന്നു. ഇതൊരു ആക്ടിങ് അല്ലെ, ഒരു നമ്മുടെ നായിക എന്ന് പറഞ്ഞ ഒരു ആക്ടിങ് റിയാലിറ്റി ഷോ. അതിന്റെ ഹോസ്റ്റ് ആൻഡ് ഡേഞ്ചർ. അപ്പോഴെങ്കിലും വിചാരിച്ചു നിങ്ങൾ ഒരുമിച്ച് ഒരു പടത്തിൽ അഭിനയിക്കും, ഇങ്ങനെയൊക്കെ വന്ന് ഇന്റർവ്യൂവിന് ഒരുമിച്ച് ഇരിക്കും? ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ എന്റെ ഒരു ഗ്രാഫ് അങ്ങനെയല്ലല്ലോ കാണുന്നത്. എന്റെ ഗ്രാഫ് കാണുന്നത് എന്താ, ഞാൻ ഷോ ആങ്കർ ചെയ്ത ഷോയിലെ കണ്ടസ്റ്റന്റ്. അപ്പൊ ഞാനായിരിക്കുമല്ലോ ആദ്യം പോവാ. പക്ഷെ ഇതെന്ത് സംഭവിച്ചു, ഞാൻ അവിടെ തന്നെ നിന്ന് ഇവരുടെ ഗ്രോത്ത് കാണുക. അല്ല ആക്ച്വലി ഇവര് ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു എല്ലാവരും. ഞങ്ങളിപ്പോ ഈ അടുത്ത് അതിന്റെ ഒരു റീയൂണിയൻ ഒക്കെ കഴിഞ്ഞുള്ളൂ. അപ്പൊ ലിറ്ററലി അതിലുള്ളവരൊക്കെ ഇപ്പോഴും അല്ല കഷ്ടപ്പെടല്ല, അവരെല്ലാവരും അവരാഗ്രഹിച്ച മേഖലയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പൊ പലരും ഞാൻ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും പല വഴിക്ക് പല ജോലികളിലായിട്ട് പോയിട്ടുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മൾ സ്റ്റിക്ക് ഓൺ ആയി നിക്ക എന്ന് പറയുന്നത് തന്നെ അത് ചുമ്മാ ചെറിയ ഒരു ധൈര്യം ഒന്നും പോരാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ലിറ്ററലി ഇവരെല്ലാവരും നിൽക്കുന്നു. ഇവര് വൺ ബൈ വൺ ഓരോ സിനിമകള് ചെയ്യുന്നു. അത് കൂട്ടത്തില് ഒരാൾക്ക് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടി, വിൻസിക്ക്. അപ്പോ അതെ, വെങ്കിയാണെങ്കിലും സൗത്ത് ഇന്ത്യയിൽ ഇപ്പോ ഭയങ്കര. അപ്പൊ നമുക്കിത് ഭയങ്കര പ്രൗഡാ. ഇപ്പൊ ഞാനെപ്പോഴും ഞാൻ അതിൽ ആങ്കർ ആയിരുന്നെങ്കിലും ഞാൻ പറയപ്പോഴും 16 പേരാണ് ഇവര് കണ്ടസ്റ്റന്റ്. ഞാൻ 17ാമനാണ്. ലാൽ സാറിനോടൊക്കെ പറയുമ്പോഴും അങ്ങനെ പറയാം. 16 പേർക്കുള്ള ഓപ്ഷൻ കഴിഞ്ഞാൽ 17ാമനായിട്ട് ഞാൻ, അത് കഴിഞ്ഞിട്ട് മതി പുറത്തുനിന്ന് ഒരുത്തൻ. അതെ എന്നായിരുന്നു എന്റെയും ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഞാൻ ആക്ച്വലി ഇവരുടെ കൂടെ തന്നെയായിരുന്നു ഗ്രോ ചെയ്തത്. അതായത് എന്റെ വളർച്ച അങ്ങനെ തന്നെയായിരുന്നു. ഷോ ആങ്കറിംഗ് ആയിരുന്നു ഞങ്ങളുടെതും. അപ്പൊ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ട് തന്നെ ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് സമാധാനിക്കും. ഫസ്റ്റ് ഷോ ആയിരുന്നല്ലോ. അപ്പൊ ബ്രാൻഡിങ്, ഞാൻ പറയുന്ന ബ്രാൻഡും പൈസ തന്നിട്ടുള്ള ബ്രാൻഡും രണ്ടാ. അപ്പൊ അത് കാരണം ഞാൻ ഒരു ബ്രാൻഡ് പറയാൻ അല്ലെങ്കിൽ ഇവരെ വെൽക്കം ചെയ്യാനായിരിക്കും ഞാൻ കേറുന്ന ആദ്യം. അപ്പൊ ഞാൻ കയറുന്ന സമയത്ത് ഇവര് മത്സരിക്കാൻ കയറായിരിക്കും. ഇവരുടെ ടെൻഷൻ മാറ്റുന്നതിനേക്കാൾ കൂടുതൽ ഓക്കെ എന്റെ പേരൊന്ന് പറഞ്ഞ ഓക്കെ സലീം പറഞ്ഞ. അപ്പൊ അങ്ങനെയായിരുന്നു ലൈക്ക്. അപ്പൊ ഞാൻ ഇവരുടെ കൂടെ തന്നെ വളർന്നുകൊണ്ടിരിക്കാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഞാൻ ഓൾമോസ്റ്റ് കുറെ പേരുടെ കൂടെ ഇതിന് ശേഷം വർക്ക് ചെയ്തു. ആൻ സലീമിന്റെ കൂടെ, ദർശനയുടെ കൂടെ, പിന്നെ മീനാക്ഷിയുടെ കൂടെ. അപ്പൊ അതെ, ഇപ്പോഴും സ്റ്റിൽ അവളുടെ കൂടെ ഷോ ചെയ്യുന്നുണ്ട്. ഫ്രീ പോലെ എവിടെ പോയി കഴിഞ്ഞാൽ അതാ. ഇപ്പൊ നമ്മളൊക്കെ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്ത് ഭയങ്കര കുറച്ചെങ്കിലൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു സ്ട്രഗിളും ചെയ്യാതെ ഭാഗ്യം ഇത്രയും തുണച്ച ഒരു വ്യക്തി ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റീമ ചേച്ചിയാണ്. ശരിക്കും അല്ല, ഞാൻ ഭയങ്കര ലക്കിയാണ്. എന്റെ ജേർണി അതായത് ഞാൻ ഇങ്ങനെ വെറുതെ നിക്കുവായിരുന്നു. അല്ല ചേച്ചി ആദ്യം ഈ ഇതിലൊക്കെ പങ്കെടുത്തിട്ടില്ല. ഞാൻ പറയണത് ഓക്കെ, ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് 4 വർഷം ഒരു ഓഡിഷൻ ഒന്നുമില്ലാതെ എന്റെ കോളേജ് കൾച്ചറൽ ടീം കോറിയോഗ്രാഫ് ചെയ്യാൻ വന്ന കോറിയോഗ്രാഫർ എൻ്റെ അടുത്ത് പറയാണ്, എനി ഡേ യു വോണ്ട് ടു ടേക്ക് അപ്പ് ഡാൻസ് ആസ് എ പ്രൊഫഷൻ, എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്പർ തന്നിട്ട് പോവാണ്. അപ്പൊ ഞാൻ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഞാൻ 3rd ഇയർ കഴിഞ്ഞിട്ട് ഞാൻ MBA ട്രെയിനിങ്ങിന് ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു എനിക്ക് കണക്കറിയില്ല എന്നുള്ളത്. അപ്പൊ ഇത് ഈ പരിപാടി ഇതെനിക്ക് പഠിക്കാൻ പറ്റില്ല. ഞാൻ അപ്പൊ തന്നെ ഇത് ആരോ നമ്പർ തന്നിട്ടുള്ളത് പറഞ്ഞത് ഞാൻ അവരെ വിളിക്കുന്നു. And I join a dance company, just like that, okay?
എന്നിട്ട് ഞാൻ 4 വർഷം ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. എൻ്റെ ക്രിയേറ്റീവ് ലൈഫിൽ സത്യം പറയുകയാണെങ്കിൽ ആ 4 വർഷം എന്നെ ഫോം ചെയ്തിട്ടുള്ള പോലെ വേറെ ഒരു അങ്ങനെ ഒരു ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ആർട്ട് ഫീൽഡിൽ പ്രൊഫഷണലി ഞാൻ വർക്ക് ചെയ്യാണ്. വെൻ ഐ വാസ് ഇൻ മൈ 19 to 23 അങ്ങനത്തെ സമയത്ത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പാസ്പോർട്ട് എടുക്കുന്നു, ഞാൻ ട്രാവൽ ചെയ്യുന്നു, ഞങ്ങൾ ലണ്ടനിലും സിംഗപ്പൂരിലും ഒക്കെ പെർഫോം ചെയ്യുന്നു, ലൈക്ക് ആ സമയത്ത്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വിട്ട സമയത്ത് ഞാൻ വോഡഫോൺ തക്കതിമി ചെയ്യുന്നു. അവിടെ ഞാൻ ജയിക്കുന്നൊന്നുമില്ല, സെമി ഫൈനലിസ്റ്റ് ആവുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്നാ ശരി ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാന്ന് വിചാരിക്കുമ്പോ എന്റെ ഫ്രണ്ട് ഉണ്ട് ബിജു, അപ്പൊ മിസ് കേരള നടക്കുന്നുണ്ട്. പിന്നെ എന്താ ഒരു മിസ് കേരളയ്ക്ക് പോവാം. ഞാൻ മിസ് കേരളയ്ക്ക് പോകുന്നു. ഞാൻ മിസ് കേരളയിൽ ജയിക്കുന്നില്ല, ഞാൻ ഫസ്റ്റ് റണ്ണർ അപ്പാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് റണ്ണർ അപ്പാണ്. അപ്പൊ ഞാൻ എന്നാ ശരി ബാംഗ്ലൂർക്ക് പോവാന്നൊക്കെ വിചാരിക്കുമ്പോ എബ്രിഡ് ഷൈൻ വരുന്നു. എബ്രിഡ് ഷൈൻ പറയുന്നു ഐ വോണ്ട് ഷൂട്ട് വിത്ത് യു. ഞാൻ പിന്നെ എന്താ നമുക്ക് ഷൂട്ട് ചെയ്യാം, വനിതേരെ കവർ ചെയ്യുന്നു. അത് പെട്ടിയിടല്ലോ നമ്മുടെ പ്രശ്നമല്ല, എപ്പോ വേണമെങ്കിൽ പോവാലോ. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഷൂട്ട് കഴിയുന്നു. ഷൂട്ട് കഴിഞ്ഞ് ഞാനിങ്ങനെ പെട്ടിയെടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ലാൽ സാർ വിളിക്കുന്നു. ലാൽ സാർ പറയുന്നു മഴ വരെ പോകുതെന്ന് പറഞ്ഞ തമിഴ് സിനിമ. അതിനാണ് ഞാൻ ആദ്യം കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. പടത്തിന്റെ പൂജ കഴിയുന്നു, പക്ഷെ പടം നടക്കുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും പെട്ടിയെടുക്കാൻ പോകുമ്പോ ശ്യാം സാർ വിളിക്കുന്നു. അതായത് ഇത് ഇത് സംഭവിക്കുകയാണ്. ഐ മീൻ യൂണിവേഴ്സ് എത്തിച്ചു. സീരിയസ്ലി ഞാൻ അതുകൊണ്ട് സത്യമായിട്ട് ഞാൻ പറയട്ടെ, എന്നെ ആർക്കും പുറത്താക്കാൻ പറ്റൂല. ഇത് ഞാൻ ഇതിനു വേണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ദിസ് ഇസ് മൈ സോൺ, ദിസ് ഇസ് വേർ ഐ ബിലോങ്. സോ ദിസ് ഇസ് യുനോ nobody can take this out of me. ഞാൻ ശരിക്കും ഒന്നും ചെയ്യാതെ ഇവിടെ എത്തിപ്പെട്ട ഒരാളാണ്. അത് ഞാൻ ചെറിയ എത്തിപ്പെടലൊന്നുമല്ല എത്തിപ്പെട്ടത്, മനസ്സിലായി. ഞാൻ ശ്യാം സാറിന്റെ സെറ്റിലൂടെ ഓഡിഷൻ ചെയ്ത് ഞാൻ ഈ ഓഡിഷൻ ചെയ്ത് അന്ന് രാത്രി ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്യാണ്. ദ വെരി സെയിം നൈറ്റ് ഐ ഗേവ് മൈ ഫസ്റ്റ് ഓഡിഷൻ വിത്ത് ശ്യാം സർ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ലാൽ സാറിന്റെ പടത്തിലാണ് അഭിനയിക്കുന്നത്. ഞാൻ ഹാപ്പി ഹസ്ബൻഡ്സ് ആണ് ചെയ്യുന്നത്. ഞാൻ രഞ്ജിത്ത് ഇന്ത്യൻ റുപ്പി ആണ് ചെയ്യുന്നത്. ലൈക്ക് ലുക്ക് അറ്റ് ദ കൈൻഡ് ഓഫ് ഫിലിംസ് ആൻഡ് ദ കൈൻഡ് ഓഫ് പീപ്പിൾ ഐ വർക്ക്ഡ് വിത്ത്. എനിക്ക് പിന്നെ നിദ്രയാണ് വരുന്നത്. ഞാൻ പിന്നെ ആഷിക് 22 FK ആഷിക് ലൈക്ക് എനിക്ക് ഞാനൊരു പെട്ടി പാക്ക് അപ്പൊ എനിക്കിത് ബോണസ് ആണ്. എവറി സിംഗിൾ ടൈം ഐ ഗെറ്റ് ടു പെർഫോം, ഐ ഗെറ്റ് ഓൺ സ്റ്റേജ്, ഐ ഗെറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, എവറിഥിങ് ഇസ് a bonus for me. Like I am so grateful. എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ തിരിഞ്ഞു നോക്കുമ്പോ. എന്തൊക്കെയോ പഠിച്ചിട്ടില്ലേ? കുംഫു പഠിച്ചിട്ടുണ്ട്, കളരി, തായ്ക്കൊണ്ടു, ചാവ്, മാർഷൽ ആർട്സ് എല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാ വിദ്യകളും അറിയാ. എന്തെങ്കിലും അടവുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? അതിന്റെ ആവശ്യം വന്നില്ല. ഞാൻ അവിടെ ഡയലോഗ് പഠിക്കാനുള്ള ടെൻഷനിലായിരുന്നു. എനിക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും ടൈം ഉണ്ടായിരുന്നില്ല എനിക്ക്. സത്യമായിട്ട് ഞാൻ രാത്രി 9:30 ഞാൻ ഷൂട്ട് കഴിയുന്നു, ഞാൻ ഡയലോഗ് പഠിച്ചു തുടങ്ങുന്നു. പിറ്റേ ദിവസം പോകുമ്പോഴും ഡയലോഗ് പഠിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് വേറെ ടെൻഷനുകളോ കാര്യങ്ങളോ ഒന്നും എടുത്തു വെക്കാനുള്ള കാര്യം. അപ്പൊ വീട്ടിലൊക്കെ എന്തെങ്കിലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും അപ്പൊ അമ്മ എന്തെങ്കിലും അലമ്പായിട്ട് എന്തെങ്കിലും വിളിച്ചാൽ പോലും ഓക്കെ ശരി. എനിക്ക് റിയാക്ഷൻസ് ഒക്കെ വളരെ കുറവായിരുന്നു ആ 30 ദിവസം. എനിക്ക് അതായിരുന്നു, അങ്ങനെയായിരുന്നു. ക്യാരക്ടറിലേക്കല്ലേ മുഴുകി ചേർന്നിരിക്കുന്നോണ്ട് വേറെ എൻജോയ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയല്ല, പഠിച്ചില്ല. എനിക്ക് ചുറ്റും നിൽക്കുന്ന കൊറേ പേരിട്ട് ഡയറക്ടർ സൗണ്ട് സൗണ്ടിന്റെ ഒരു പ്രശ്നം. ഓപ്പണിലായിട്ട് ചീത്ത പറയുമ്പോ ഒരു രസമില്ല. അതെല്ലാം ഹരി സാർ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് കേൾക്കുന്ന ചീത്ത പോലും പുള്ളി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തിന്റെ പുള്ളിയുടെ സൗണ്ടിന്റെ ഇത് കൂട്ടുന്നേ. അപ്പൊ മീൻസ് എനിക്ക് കുറെ പോർഷൻസ് ഉണ്ടായിരുന്നു ഡയലോഗിന്റെ. അപ്പൊ അത് കാരണം അത് പഠിക്കേണ്ടതായിരുന്നു. അപ്പൊ അത് കാരണം പഠിച്ചതാ. പിന്നെ എനിക്ക് ഇഷ്ടമാ. എനിക്ക് ബാക്കി എല്ലാ ഇപ്പൊ എന്നോട് ഇപ്പൊ അവിടെ പോയി ചോറ് വിളമ്പാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്റെ ഫാദറിന് ഹോട്ടലാ. അപ്പൊ എനിക്ക് ദേഷ്യമുള്ള കാര്യമാണ് എന്റെ ഹോട്ടലില് അപ്പനെ അടക്കം പണിയെടുപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. ഇപ്പൊ കൊണ്ടുപോകാറില്ല. ഇപ്പൊ കുറച്ച് ഗമ്മയൊക്കെ ഇട്ട് അവിടെ ഇപ്പൊ അവിടെ ഇപ്പൊ ഒരു വോളിൽ എന്റെ ഫോട്ടോസ് എന്റെ ന്യൂസ് കട്ടൊക്കെയാ. ഞാൻ കേട്ടു. പുറത്ത് പറയരുത് അത്. അല്ല ആക്ച്വലി
അപ്പന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഷോപ്പ് ഉണ്ട്, പ്രിന്റ് മറ്റേ ഫോട്ടോസ്റ്റാറ്റ് അതിന്റെ ഒക്കെ. അപ്പൊ ആള് പ്രിന്റുകൾ എടുത്തിട്ട് കൊടുക്കും, പുള്ളി ഒരു വോളിൽ ഒട്ടിച്ചാണ്. അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുമ്പോ അവിടെ പോവാറുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള പരിപാടിയാണ്, എനിക്ക് ഇഷ്ടല്ല. അപ്പൻ ജോലിക്കാരോട് പെരുമാറുന്നത് ഭയങ്കര റൂഡായിട്ടാ. അപ്പൊ ആ റൂഡ് എന്നോട് എടുക്കും. അപ്പൊ നമുക്ക് ആകെ ചെയ്യാൻ പറ്റണത് പണി കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് കട പൂട്ടുന്ന സമയത്ത് ഒരു 200 അങ്ങനെ എടുത്ത് പോക്കല്ലോ വയ്ക്കുക, അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് എനിക്ക് ഒരു സന്തോഷം തരുന്നുണ്ടായിരുന്നത്. അല്ല ലിറ്ററലി നമുക്ക് ഏറ്റവും മനസ്സുകൊണ്ട് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സാ. ഈ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ട് ഒരു ആർട്ട് ഫോം, ഒരു ഇപ്പൊ ഇവൻ ഡാൻസ് കളിക്കുകയാണെങ്കിൽ പോലും, ഇപ്പൊ ഞാൻ ഡാൻസർ അല്ല, ബട്ട് എനിക്ക് ആ ഡാൻസ് പഠിച്ചെടുത്ത് കളിക്കാന്ന് പറയുന്നത് പോലും എനിക്ക്, അതിപ്പോ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എഫേർട്ട് എടുക്കണം എന്ന് വെച്ചാലും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. റിസൾട്ട് കിട്ടുമ്പോ ഒരു പരിപാടി ഉണ്ടല്ലോ, നമുക്ക് അറിയാത്തൊരു പരിപാടി ചെയ്യുന്നു, അതിന് നമുക്ക് ആൾക്കാരിൽ നിന്നൊരു അപ്രിസിയേഷൻ കിട്ടുന്നു. അതാണ് എപ്പോഴും എന്ത് ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറ്. അല്ല ഡേഞ്ചർ എനിക്ക് തോന്നിട്ട് ഒരു ഫൈറ്റർ ആയിട്ട് തോന്നിട്ട്, കാരണം സംസാരിക്കാൻ തുടക്കകാലത്ത് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അത് ഫൈറ്റ് ചെയ്താണല്ലോ യു പ്രൂവ് അങ്ങനെയൊക്കെ. അപ്പം ഇതൊക്കെ ഇത് വെച്ച് നോക്കുമ്പോഴല്ലേ നിസ്സാരം. ഞാനാണ് ഇവിടെ ഘോര ഡയലോഗ്. ശരിക്കും അത് ഇപ്പൊ ഈ ഇന്റർവ്യൂസിലാണ് ശരിക്കും പറഞ്ഞ ഡെയിൻ പറയുന്നത് അങ്ങനെ ഒരു സ്പീച്ച് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് മാറ്റിയെടുത്തതാണ്. അതും കൂടെ അറിയുമ്പോണ്ടല്ലോ നമുക്ക് മറ്റേ പഠിച്ചിരുന്നത് ആലോചിക്കുമ്പോ നമുക്ക് വേറെ രീതിയിലാണ് നമ്മളത് കാണുന്നത്. ഡയറക്ടറുടെ സ്ക്രിപ്റ്റിന് ആവശ്യം വന്ന എന്നോട് വന്നിട്ട് ചോദിക്കുക, ആ സീനൊന്നും എടുത്ത് അത്രയ്ക്കും അല്ലെ തറവായിട്ട് ഡയറക്ടർ ഡൗട്ടൊക്കെ വരുമ്പോ ഡയലോഗ് ശരിയാണോ? നമ്മൾ ഈ ഡയറക്ടറിലേക്ക് സജിൻ ചേട്ടന്റെ ഇപ്പം നേരത്തെ മൂവി എടുക്കുമ്പോഴത്തേനും ബിരിയാണി ഒരുപാട് ചർച്ച നേടിയ അല്ലെങ്കിൽ ഒരുപാട് സോഷ്യലി ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു മൂവി ആയിരുന്നു. ഇപ്പൊ തിയേറ്റർ ഇനി ആഫ്റ്റർ റിലീസിന് ശേഷം അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ചർച്ചയ്ക്ക് ഇടയാക്കുവോ? എങ്ങനെയായിരിക്കും? ചർച്ച ആവണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ഭയങ്കര ഒരു സോഷ്യൽ കമന്ററി ഉണ്ട് അതില്. അതുകൊണ്ട് അത് എങ്ങനെ ആളുകൾ നോക്കി കാണും, എങ്ങനെ അതിനെ ഈ പോസ്റ്റ് ട്രൂത്ത് എറിയിൽ എങ്ങനെ ഇവരെല്ലാവരും ചർച്ച ചെയ്യുമെന്ന്, അത് കാണാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാലോ. എന്താ ആക്ച്വലി ഇത് നമ്മൾ ചുമ്മാ വെറുതെ ഇതായിട്ട് പറയുന്നതല്ല. ഇത് ഒരു വേറൊരു വശമുണ്ട് ഈ സിനിമ സംസാരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുള്ള പല കാര്യങ്ങളിലും വേറൊരു പോയിന്റ് ഓഫ് വ്യൂല പറയുന്നത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നരേഷനാണ് അത്. കാരണം അപ്പൊ ആൾക്കാരെ എത്രത്തോളം അത് എടുക്കും എന്നുള്ളത് ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് നമ്മളൊക്കെ നോക്കുന്നത്. റീമ ചേച്ചി ചെറുപ്പം മുതൽ എടുത്തു നോക്കുമ്പോൾ സ്വന്തം കാര്യങ്ങളെല്ലാം വീട്ടുകാരോട് ഫൈറ്റ് ചെയ്തല്ലേ നേടിയെടുത്ത ഒരാളാണ്. എനിക്ക് ഇത് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോവാണ് വർക്ക് ചെയ്യാൻ ബാംഗ്ലൂർ പോകുന്ന ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്നൊക്കെ അല്ലെ എഴുതാൻ പോലും വീട്ടുകാർ സമ്മതിക്കാത്ത കാലഘട്ടത്തില് ആ ഒരു കോൺഫിഡൻസ്, ഈവൻ മാരേജ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ലൈഫിൽ വന്നിരിക്കുന്ന എല്ലാ മേജർ ഡിസിഷൻസും ചൂസ് ചെയ്തത് റീമ ചേച്ചിയാണ്. അപ്പൊ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഹൗ ഡു ഫീൽ? ആ ഒരു ജേർണി എങ്ങനെ? മാതാപിതാക്കളെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ? അത് അവര് ഈ ഡിസിഷനോടെല്ലാം ഓക്കെ ആയിരുന്നോ? ആക്ച്വലി ഞാൻ ഏറ്റവും കൂടുതൽ റിബൽ ചെയ്തിട്ടുള്ളത് ഡാൻസ് ഒരു പ്രൊഫഷൻ ആയിട്ട് എടുക്കുന്ന പോയിന്റിൽ മാത്രമാണ്. ബാക്കി ഇപ്പൊ എന്നെ എഞ്ചിനീയർ ആക്കാൻ പറ്റില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലായി. അപ്പൊ അവര് നോക്കുമ്പോ ഓക്കെ ഇവള് ഇംഗ്ലീഷ് അത്യാവശ്യം വായിക്കും, നന്നായി എഴുതും, അതിലാണ് ടോപ്പ് ചെയ്യുന്നത്, എന്നാ പിന്നെ ജേർണലിസം പഠിപ്പിക്കാം, അതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഈ ഡാൻസ് പ്രൊഫഷൻ ആയിട്ട് എടുക്കുന്നവർ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഉണ്ട്, എല്ലാ രീതിയിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് കൂടുതൽ പഠിപ്പിനേക്കാളും. അതൊക്കെ ഉണ്ടാവുമ്പോഴും അത്യാവശ്യം മാർക്ക് മേടിക്കുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഞാൻ പോകുന്നുണ്ട്. റിബൽ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, അത് കോൺസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ ആ പോയിന്റ് ഉണ്ടല്ലോ, പ്രൊഫഷനായിട്ട് നമ്മളൊരു ആർട്ടിസ്റ്റ് ആവാനാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് അവർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പോ ഭയങ്കര ഈ വീട്ടിൽ നിന്ന് പറ്റില്ല എന്നൊക്കെ, എന്നാ ഞാൻ വീട് നോക്കാൻ ഒരു ദിവസം തരണം, ഞാൻ നാളെ മാറിക്കോളാം എന്നുള്ളൊരു മൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോ, ഞാൻ HSR ലേഔട്ടിലാണ് താമസിക്കുന്നത്. മല്ലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ സ്റ്റുഡിയോ. 2 ബസ് കയറി ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ ഇരിക്കണം 2 ബസ്സിൽ എന്റെ സ്റ്റുഡിയോയിൽ എത്തണമെങ്കിൽ. അപ്പൊ രാവിലെ ഞാനൊരു 6:30 ഇറങ്ങണം എന്റെ വർക്ക് ടൈമിങ്ങിൽ ഞാൻ സ്റ്റുഡിയോയിൽ എത്തണമെങ്കിൽ.
അപ്പൊ എന്റെ അച്ഛൻ നോക്കുമ്പോ ഇവള് രാവിലെ എഴുന്നേറ്റ് പോയത് തന്നെ എന്നാണ് അച്ഛൻ വിചാരിക്കണത്. ഇവള് എന്തെങ്കിലും ചെയ്യട്ടെ, രാവിലെ എഴുന്നേറ്റ് ഇവള് എന്തായാലും 2 ബസ് പിടിച്ചിട്ട് എന്തായാലും മലേഷ്യയിൽ പോയിട്ട് ഇവള് പണിയെടുക്കുന്നത് അച്ഛന് തോന്നിയില്ല എന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ നമ്മള് ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെട്ട് അതെ, നമ്മൾ അവിടെ പോയി നമ്മൾ ഡാൻസ് ചെയ്യാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്, നമ്മൾ പുതിയ വർക്ക് ഉണ്ടാക്കുകയാണ്. പിന്നെ ഞാൻ ജേർണലിസം ആണ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് ഞാനാണ് കമ്പനിയുടെ PR ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എഴുതാനും ലൈക്ക് യുനോ ഞാൻ പഠിച്ച സ്പേസിൽ വീണ്ടും വർക്ക് ചെയ്യാൻ. അപ്പൊ ഐ എം സൂപ്പർ ഡൂപ്പർ ഹാപ്പി. ഐ യങ്, ഐ 19. ഓക്കെ, അപ്പൊ ഞാൻ ആഗ്രഹിച്ച ഒരു സ്പേസിൽ ഞാൻ ഐ എം ത്രൈവിങ്. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീമും ആയിരുന്നു. നൃത്തനൃത്യ എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ കൊറിയോഗ്രാഫർ മയൂരി. ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ഐ സ്റ്റക്ക് ടു ഇറ്റ്, ബട്ട് ദെൻ ഐ ഓൾസോ ത്രൈവ്ഡ് ഇൻ ഇറ്റ്. ഐ എക്സെൽഡ് ഇൻ ദാറ്റ് സ്പേസ്. അപ്പൊ മൈ പാരന്റ്സ് കൈൻഡ് ഓഫ് ട്രസ്റ്റഡ് മീ. ആൻഡ് അന്ന് അവർ ട്രസ്റ്റ് ചെയ്തത് പിന്നെ അവർ ലൈഫ് ലോങ് എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് എൻ്റെ പാരന്റ്സിനോട്. ബിക്കോസ് നമ്മുടെ പാരന്റ്സ് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കോൺഫിഡൻസിനും നമുക്ക് ഫോൾ ബാക്ക് ചെയ്യാൻ അവരുണ്ട് എന്നുള്ള ആ വിശ്വാസത്തിനും ഒക്കെ നമ്മുടെ പാരന്റ്സ് നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനിലും പേഴ്സണാലിറ്റിയിലും നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്തുന്നതിലും പ്രോബ്ലം സോൾവിങ്ങിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യും ആ കോൺഫിഡൻസ്. സോ ഐ റിയലി വാല്യൂ ദാറ്റ്. അതിനെനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അവരോട് എനിക്ക്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോകണം. ദിസ് ഓർ ദാറ്റ് വിത്ത് കെന്നയാണ് സെഗ്മെന്റ്. ഞാൻ റീമ ചേച്ചിയുടെ കുറച്ച് മൂവീസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്? സ്പീഡ് റീമ ചേച്ചിയോട് ചോദിക്കണ്ടല്ലോ, ബാക്കി 3 പേരോടും ചോദിക്കാം അല്ലേ? ആർക്കൊക്കെ ഏതൊക്കെ മൂവീസ് ഇഷ്ടമാണ്? ഫസ്റ്റ് ഞാൻ ഡേഞ്ചേട്ടനോട് ചോദിക്കണം. ഹാപ്പി ഹസ്ബൻഡ്സ് ഓർ കേരള കഫേ? കേരള കഫേ ഓർ നീലത്താമര? നീലത്താമര ഓർ സിറ്റി ഓഫ് ഗോഡ്? നീ കണ്ടിട്ടില്ല സിറ്റി ഓഫ് ഗോഡ്? സിറ്റി ഓഫ് ഗോഡ് ലിജോ ചാണ്ട് പടല്ലേ, സിനിമ ആക്ട്രസ്. സിറ്റി ഓഫ് ഗോഡ്. ഓക്കെ, സിറ്റി ഓഫ് ഗോഡ് ഓർ ഇന്ത്യൻ റുപ്പി? ഇന്ത്യൻ റുപ്പി. ഇന്ത്യൻ റുപ്പി ഓർ നിദ്ര? നിദ്ര. പെർഫോമൻസ്. നിദ്ര ഓർ അയാളും ഞാനും തമ്മിൽ? ആലോചിച്ച് അതിൽ ചെറിയ റോള്. പെർഫോമൻസ് നോക്കുമ്പോ നിദ്ര തന്നെ. നിദ്ര ഓർ 7 സുന്ദര രാത്രികൾ? നിദ്ര ഓർ റാണി പത്മിനി? റാണി പത്മിനി ഓർ അതെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ ബോൾഡ് ചേച്ചി ഇപ്പൊ പറഞ്ഞ കൊറേ. അതെ, റാണി പത്മിനി ഓർ 22 ഫീമെയിൽ കോട്ടയം? 22 ഫീമെയിൽ കോട്ടയം. ലാസ്റ്റ് 22 ഫീമെയിൽ കോട്ടയം ഓർ ഋതു? ഋതുല് ഭയങ്കര ഇഷ്ടമാണ്. But 22 ഫീമെയിൽ കോട്ടയം. ഓക്കെ, ആൻസലിനോട് ചോദിക്കാണ്. ഹാപ്പി സെയിം ആണോ? ഓഹോ, ഞാൻ വേറെ ഇവന്റെ ഇതിലൊക്കെ ചോദിക്കും. ഒരു മണിക്കൂറല്ലേ അതെ. ഇനി ഞാൻ നേരെ തിരിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് ഒരാളോടും കൂടി ചോദിക്കാം. സെയിം ആണല്ലോ. ഓക്കെ, നീലവെളിച്ചം ഒരു ഋതു? ഋതുസ് ലൈക്ക് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് വർക്ക് ഓഫ് ബിക്കോസ് എന്നെയും ഭയങ്കരമായിട്ട് അത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ കാണും നമ്മള് കാറ്റഗറി അല്ലായിരുന്നു ഞാൻ. കുഞ്ഞായിരുന്നോ? 30 ആയിരുന്നോ? കുഞ്ഞുണ്ടായി. ഋതു ഓർ 22 ഫീമെയിൽ കോട്ട്? നമ്മൾ ഒരുമിച്ച് ഞാൻ പറയാം. ഋതു ഓർ റാണി പത്മിനി? ഋതു ഓർ 7 സുന്ദര രാത്രികൾ? ഋതു ഓർ അയാളും ഞാനും തമ്മിൽ? ഋതു ഓർ നിദ്ര? Because I said so much. നിദ്ര ഓർ ഇന്ത്യൻ റുപ്പി? Indian rupee. ഇന്ത്യൻ റുപ്പി ഓർ സിറ്റി ഓഫ് ഗോഡ്? സിറ്റി ഓഫ് ഗോഡ്. സിറ്റി ഓഫ് ഗോഡ് ഓർ നീലത്താമര? City of God. സിറ്റി ഓഫ് ഗോഡ് ഓർ കേരള കഫേ? Kerala Cafe. ഓക്കെ. ഏതാണെങ്കിലും ഭയങ്കര ഒരു കേരള കഫേ ഓർ ഹാപ്പി ഹസ്ബൻഡ്സ്? Happy husbands. Because ഒരാൾക്ക് ഹാപ്പി ഹസ്ബൻഡ്സ്. ഓക്കെ, ഇവിടെ വേറെ ഉത്തരം.
ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായി എല്ലാവർക്കും പല പല മൂവീസ് ആണ് ചേച്ചിയുടെ. ഇഷ്ടമാണ് ഇതാണ് ഞാൻ പല പല അഭിപ്രായങ്ങളാണ് അതൊക്കെ എങ്ങനെ ലാസ്റ്റ് അതിലെ തന്നെ എനിക്കൊരു പണി തന്നു ഞാനത് അതെ കൊണ്ടെത്തിച്ചിരിക്കാണ്. അപ്പൊ അടിപൊളിയായിരുന്നു നിങ്ങളോട് 4 പേരോട് സംസാരിച്ചതിൽ. അപ്പൊ നിങ്ങളുടെ സംസാരത്തിൽ തന്നെ ആ മൂവീസ് കാണാനുള്ള ഒരു പ്രചോദനം നിങ്ങൾ എല്ലാരും നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ഓഡിയൻസിന് അത് കിട്ടും. അപ്പൊ ഈ റിയാലിറ്റി അല്ല സിനിമയിലുള്ള റിയാലിറ്റി. മൊത്തത്തിൽ ഇപ്പൊ ഞാൻ അതെ വേറെ ഏതോ റിയാലിറ്റിയിലാണ് ഉള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇനി സക്സസ് സെലിബ്രേഷനിലൊക്കെ കാണാം അല്ലേ? നമുക്ക് ഇനിയും കണ്ടുമുട്ടണം. ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാ സന്തോഷമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ. താങ്ക് യു. താങ്ക് യു.